ഈ ഒരു ഫേസ് ക്രീം മാത്രം മതി നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും. ചുളിവാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് തേങ്ങ. അപ്പം നമ്മുടെ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് ക്രീമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾക്ക് രാത്രിയിലും തേക്കാം, അതേപോലെ തന്നെ രാവിലെയും തേക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. ഈ ഒരു ഫേസ് ക്രീമിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും, അതേപോലെ തന്നെ ചിലരുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ഒരു ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സിന് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. യൂസസും കാര്യങ്ങളും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് ക്രീം. ഈ ഒരു ഫേസ് ക്രീം നമുക്ക് മോർണിംഗ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം, അതേപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയറിലും ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം കളയാൻ താല്പര്യമുള്ളവർക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ. തലേന്ന് തന്നെ നമ്മൾ വെള്ളത്തിൽ പച്ചരി ഇട്ട് വെക്കുക. ഞാനൊരു 2.5 സ്പൂൺ പച്ചരിയെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളമില്ലേ, ഈ പച്ചരിയുടെ വെള്ളം കളയേണ്ട, ആ വെള്ളത്തോടുകൂടി തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും, അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനെസ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഞാൻ 1 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു അരി കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അരിയും തേങ്ങയും കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കുറുക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിനി ഇത് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട്. വേണമെങ്കിൽ മാത്രം അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. ഇനി നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്, പുറത്ത് വെക്കാനായിട്ട് പാടില്ല. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമാണ്. നമുക്കിത് രാവിലെയും വൈകിട്ടും തേക്കാവുന്നതാണ്. രാവിലെ നമ്മളിതുപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ രാത്രിയിൽ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അത് വാഷ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം അടിപൊളി റിസൾട്ട് കിട്ടുന്ന ക്രീമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം.
അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ യങ്ങാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഈ സൂക്ഷിച്ച് വെക്കാനായിട്ട്, പുറത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് ക്രീമാണ്. എല്ലാവർക്കും വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ സാധാരണക്കാർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഒരുപാട് വില കൂടിയ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ശേഷം മാത്രം വാഷ് ചെയ്യാം. വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും വാഷ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വാഷ് ചെയ്ത് കളയാം 1 മണിക്കൂറിന് ശേഷം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും. ഒരു 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്രീമാണ്. നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.